ഹലോ ഫ്രണ്ട്സ്, ഐ എം ജെനിജി. ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ 2 സ്ഥാപനങ്ങളുണ്ട് വിദേശ ഭാഷകൾ പഠിപ്പിക്കുവാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. ഒന്ന് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ബാംഗ്ലൂർ, മറ്റൊന്ന് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഹൈദരാബാദ്. ഇത് രണ്ടും വിദേശ ഭാഷകൾ പരിചയപ്പെടുത്താനുള്ള 2 സ്ഥാപനങ്ങളാണ്. സത്യത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സഹസ്രാം മാഷ. അങ്ങനെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങി. 6 മാസത്തെ കോഴ്സാണ്. അതിൽ 30 ദിവസത്തെ 2 തവണയായിട്ടുള്ള 15 ദിവസം 15 ദിവസം വീതമുള്ള കോൺടാക്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ധാരാളം പ്രശസ്തരായ ഇംഗ്ലീഷ് അധ്യാപകർ അവിടെ വന്നിട്ടാണ് ക്ലാസ് എടുത്തത്. പ്രൊഫസർ വേലായുധൻ, അതായത് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ്സുകൾ നടന്നത്. അന്ന് അവർ ഈ ക്ലാസ്സുകൾ നടത്തുമ്പോൾ അവരേറ്റവും പ്രാധാന്യം കൊടുത്തത് ഇംഗ്ലീഷ് ഉച്ചാരണത്തിനാണ്. അതായത് സായിപ്പ് ഉച്ചരിക്കുന്ന പോലെ നമ്മൾ ഉച്ചരിക്കണം എന്നതിൽ ഉച്ചാരണത്തിന് അവർ അമിത പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അവരത് തിരുത്തി. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഇതിലേക്ക് എത്തി. അന്നും ഞങ്ങളുടെ മനസ്സിൽ ഈ സംശയമുണ്ട്, ഉച്ചാരണം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത്രയധികം പ്രാധാന്യം കൊടുക്കണമോ എന്ന്. പിന്നീട് അവർക്ക് മനസ്സിലായി, അത് തിരുത്തി. കാരണം എന്താ ഞാൻ പറയാൻ കാരണം, ഇപ്പം നമുക്ക് ഭാഷയുടെ അടിസ്ഥാനം അറിയുമെങ്കിൽ ഉച്ചാരണം തനിയെ ശരിയാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉത്തമമായൊരു തെളിവ്, തൃശ്ശൂർ ജില്ലക്കാരനാൽ അല്ലാത്ത ഒരാൾ തൃശ്ശൂർ ജില്ലയിൽ ചെന്നുപെട്ടാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ തനി തൃശ്ശൂർക്കാരനെ പോലെ അയാളുടെ ആക്സെൻ്റൊക്കെ മാറും, ഉച്ചാരണം മാറും, ആക്സെൻ്റ് ഇതൊക്കെ മാറും. അതുപോലെ തന്നെ നമ്മൾ പതിവായിട്ടൊരു ഭാഷ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ അറിയാതെ ആ ഭാഷയിലെ ഉച്ചാരണവും ആക്സെൻ്റും ഒക്കെ നമുക്ക് കിട്ടിക്കോളും. അതിൻ്റെ നല്ലൊരു തെളിവാണ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും മക്കൾ അവർ ഹിന്ദി സിനിമകളും ഇംഗ്ലീഷ് സിനിമകളും അതുപോലെ തമിഴ് സിനിമകളൊക്കെ കാണും. അവരാ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് അത്യാവശ്യം അവർക്ക് തമിഴും മനസ്സിലാവും, ഹിന്ദിയും മനസ്സിലാവും, സംസാരിക്കാനും കഴിയും. അത് കേട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഉച്ചാരണവും ഇതിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രാധാന്യമുള്ളത് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയത്തിനാണ് പ്രാധാന്യം എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ അന്ന് പഠിപ്പിക്കാൻ വന്നതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു അധ്യാപകനായിരുന്നു പ്രൊഫസർ ബക്ഷി. അദ്ദേഹം ബംഗാളിയാണ്. അദ്ദേഹം 25 വർഷത്തോളം ഇംഗ്ലണ്ടിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ആ വിസിറ്റിംഗ് പ്രൊഫസറെ അദ്ദേഹം പിന്നീട് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തു. അപ്പം ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ അവിടെയാണ്. അവർ വീട്ടിൽ മാതൃഭാഷ പോലെ സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ട് പങ്കുവെച്ച 1-2 സംഭവങ്ങൾ ഓർമ്മ വരികയാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമകനുണ്ട്. ഈ കൊച്ചുമകൻ ഇവരെല്ലാം കൂടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം കൊച്ചുമകൻ പാസ് ദ സോൾട്ട് എന്ന് പറയും. ഉടനെ അവൻ്റെ ഗ്രാനി, അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ബക്ഷിയുടെ അമ്മ, അവർ തിരുത്തും. നോ ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്, സേ പ്ലീസ് പാസ് ദ സോൾട്ട്. കാരണം വളരെ വിനയത്തോടു കൂടി സംസാരിക്കണം. ഈ കൊച്ചുകുട്ടിയെ ആ ഗ്രാനിയാണ് പഠിപ്പിച്ചിരുന്നത്, മുത്തശ്ശിയാണ്. അപ്പം ഇങ്ങനെ ആ പ്ലീസ് എന്നുള്ള വിനയത്തോടു കൂടി സംസാരിക്കേണ്ട പ്രാധാന്യം അദ്ദേഹം ഇങ്ങനെ ഈ അനുഭവത്തിലൂടെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അതുപോലെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിരുന്നത്, അദ്ദേഹം കൊച്ചുമകനും കൂടി അന്നത്തെ കബ്ബോയ് ഫിലിംസ്, അതായത് അമേരിക്കൻ ഫിലിംസ് കാണാൻ പോകും. ഈ കുട്ടി അവിടുത്തെ തമാശ കേട്ടിട്ട്, ഇവരുടെ ആക്ടേഴ്സിൻ്റെ തമാശ പറച്ചിൽ കേട്ട് പൊട്ടി ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹം ഈ മകനോടാണ് ചോദിക്കുക, കൊച്ചുമകനോട് ചോദിക്കുക എന്താ അവർ പറഞ്ഞ ഡയലോഗ് എന്ന്. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടുത്തെ തമാശ ഇദ്ദേഹത്തിന് മനസ്സിലാവുക. ഇതൊരു വലിയ സംഭവമാണ്. 25 വർഷം ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ്, അതായത് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ജോലി ചെയ്ത ആൾക്ക് അമേരിക്കൻ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, രണ്ടിൻ്റെയും ഉച്ചാരണ രീതിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ആക്സെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, ഇങ്ങനെ പലതിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കുട്ടി ചെറുപ്പം തൊട്ടേ ഇത് കണ്ട് അവനിത് അനായാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് കേട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമുക്ക് ബേസ് അറിയുമെങ്കിൽ വളരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഏത് ആഫ്രിക്കൻ ഇംഗ്ലീഷാണെങ്കിലും ശരി, അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഒരേ അർത്ഥം വരുന്ന 2 പദങ്ങളുണ്ട്. അതൊന്ന് അമേരിക്കൻ ഇംഗ്ലീഷും ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്. പണ്ട് നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ സ്വാധീനമാണ് കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ലോകം മുഴുവൻ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഈ അമേരിക്കൻ വേർഡ്സാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പദങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിലൊന്ന്, ബ്രിട്ടീഷുകാർ ട്രൗസേഴ്സ് എന്നാണ് പറയുക. ട്രൗസേഴ്സ്
അതാണ് അമേരിക്കക്കാർ പാൻസ് ആക്കിയത്. ഇപ്പം നമ്മളും പാൻസ് എന്നാണ് പറയുക, നമ്മൾ ട്രൗസേഴ്സ് എന്ന് ഉപയോഗിക്കില്ല. പക്ഷേ പണ്ട് ബ്രിട്ടീഷുകാർ ട്രൗസേഴ്സ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. അതിന് അമേരിക്കക്കാരാണ് പാൻസ് എന്നാക്കിയത്. പക്ഷെ നമ്മളിവിടെ ട്രൗസേഴ്സ് എന്നല്ല പറയാം, ട്രൗസർ എന്ന് പറയും. പണ്ട് മുതലേ സ്കൂളിലൊക്കെ കേട്ട് കുട്ടികൾ ട്രൗസറൊക്കെ ഇട്ട് സ്കൂളിൽ പോകാമെന്ന് പറയും. ശരിയ ട്രൗസർ എന്നൊരു വേർഡില്ല, ട്രൗസേഴ്സ് എന്നേ ഉള്ളൂ. പക്ഷെ അതുപോലും എന്താണ്, നമ്മൾ ഷോർട്സിന് പകരം ഇംഗ്ലീഷുകാർ ഷോർട്സ് എന്നാണ് പറയുക. അതായത് മുട്ട് വരെ എത്തുന്ന അതിന് SHORTS ഷോർട്സ് ആണ്. പക്ഷെ നമ്മളിവിടെ അതിനെയാണ് നമ്മൾ ട്രൗസർ എന്നാക്കിയിരിക്കുന്നത്. ശരിക്കും പറയേണ്ടത് ഷോർട്സ് എന്നാണ്. അവരതാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് ഹാഫ് ഫാൻസ്, മുക്കാൽ ഫാൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹാഫ് ഫാൻസ് എന്നാണ് അവർ പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ബ്രിട്ടീഷുകാരുടെ ട്രൗസേഴ്സാണ് അമേരിക്കക്കാരുടെ പാൻസ്. അതുപോലെ ലോറിയും ട്രക്കും, ബ്രിട്ടീഷുകാർ ലോറി എന്നാണ് പറയുക. നമ്മുടെ ഇവിടെയൊക്കെ ലോറി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ അതേ സാധനത്തിന് ട്രക്ക് എന്നാണ് പറയുക, TRUS ട്രക്ക്. രണ്ടും ഒരേ സാധനമാണ്. അതുപോലെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഫുട്ബോളാണ്, കളിയുടെ പേര് ഫുട്ബോൾ. പക്ഷേ അമേരിക്കയിൽ എത്തുമ്പോൾ അത് സോക്കറാണ്, സോക്കർ ടൂർണമെൻ്റ് എന്ന് പറയുക. രണ്ടും ഒരേ സാധനമാണ്. ഇവിടെ നമ്മൾ ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർ പറയുന്നത് സോക്കർ ടൂർണമെൻ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കാണാം. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എന്നാണ് ബ്രിട്ടീഷുകാർ പറയുക, മൊബൈൽ ഫോൺ. അത് അമേരിക്കയിൽ എത്തുമ്പോൾ അത് സെൽഫോണാണ്. നമ്മൾ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്ന് പറയുന്നുണ്ട്, അത് ഇപ്പം സെൽഫോൺ എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ FLAT ഫ്ലാറ്റ്, പണ്ട് മുതലേ നമ്മൾ കേൾക്കുകയാണ്. ആ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നതെന്നൊക്കെ പറയും, ഫ്ലാറ്റ്. അത് അമേരിക്കയിൽ എത്തുമ്പം അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റും ഒരേ സാധനമാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡരികിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ആൾക്കാർക്ക് നടന്നു പോകാനുള്ള നടപ്പാത ഉണ്ടാവും, നടപ്പാത. അതിന് ബ്രിട്ടീഷുകാർ പേയ്മെൻറ്റ് എന്നാണ് പറയുക, PAVEMENT, പേയ്മെൻറ്റ്. അത് അമേരിക്കയിൽ എത്തുമ്പോൾ സൈഡ് വോക്കാണ്, വസ്തുവിടെ നടക്കാനുള്ള സൈഡ് വോക്ക് എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം പേയ്മെൻറ്റും സൈഡ് വോക്കും ഒന്നാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം കേൾക്കുന്ന ഒരു വേർഡുണ്ട്, ഫുട്പാത്ത്. അത് ശരിക്കുള്ള ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അരികിലുള്ള വഴിയല്ല. പക്ഷെ നമ്മളിവിടെ ഫുട്പാത്ത് കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഫുട്പാത്ത് എന്ന് പറയുന്നത് നടന്ന് ഇപ്പം കാട്ടിലൂടെയൊക്കെയുള്ള വഴികൾ, ഒറ്റയടിപ്പാത എന്ന് വേണമെങ്കിൽ മറ്റേ നടപ്പാതയാണ്, ഇത് ഒറ്റയടിപ്പാതയാണ്. അതായത് നടന്ന് വഴിയാവുന്നു. ഇപ്പോൾ ഒരു കാട്ടിലൂടെ വീട്ടിലേക്ക് എത്തണം, ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകണമെങ്കിൽ കുറേ കാലം നടക്കുമ്പോൾ അതിലൂടെ ഒരു വഴി ഉണ്ടാവും. ആ വഴി വളരെ ചെറുതായിരിക്കും, ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന. അതിനെയാണ് ശരിക്ക് ഫുട്പാത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ തെറ്റിച്ച് ഉപയോഗിക്കുന്നു എന്ന് പറയുകയാണ്. അതുപോലെ മെയിൽ ബോക്സ്, ബ്രിട്ടീഷുകാർ മെയിൽ ബോക്സ് എന്നാണ് പറയുക, തപാൽ പെട്ടിക്ക്. അതേസമയം അമേരിക്കക്കാർ അതേ സാധനത്തിന് പറയുന്നത് പോസ്റ്റ് ബോക്സ് എന്നാണ്. മെയിൽ ബോക്സും പോസ്റ്റ് ബോക്സും ഒരേ സാധനമാണ്. അത് ഇംഗ്ലണ്ടിലാകുമ്പോൾ മെയിൽ ബോക്സും മറ്റേത് പോസ്റ്റ് ബോക്സുമാണ്. അതുപോലെ ലിഫ്റ്റ്, നമ്മളിപ്പോഴും ലിഫ്റ്റ് കേൾക്കുന്നുണ്ട്. ആ ലിഫ്റ്റ് എന്നുള്ളത് ബ്രിട്ടീഷ് വേർഡാണ്. പക്ഷേ അതിൻ്റെ അമേരിക്കൻ വേർഡാണ് എലിവേറ്റർ. നമ്മളിത് രണ്ടും മാറി ഉപയോഗിക്കുന്നുണ്ട്. ലിഫ്റ്റ് ഉപയോഗിക്കും, എലിവേറ്റർ എന്നും ഉപയോഗിക്കും. അതുപോലെ ബ്രിട്ടീഷുകാർ പെട്രോൾ എന്ന് പറയുന്ന സാധനത്തിന് അമേരിക്കയിൽ എത്തുമ്പോൾ അത് ഗ്യാസാണ്. അതാണ് പെട്രോൾ സ്റ്റേഷൻ എന്നുള്ളത്, അമേരിക്കയിൽ എത്തുമ്പോൾ ഗ്യാസ് സ്റ്റേഷനാവും. അപ്പം പെട്രോളും ഗ്യാസും ഉണ്ട്. അതുപോലെ ഹോളിഡേയ്സ് ആൻഡ് വെക്കേഷൻ, ഹോളിഡേ ആൻഡ് വെക്കേഷൻ. ബ്രിട്ടീഷുകാർ ഹോളിഡേ എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോഴും നമ്മൾ വെക്കേഷൻ എന്നൊരിത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം സമ്മർ വെക്കേഷൻ, വിൻ്റർ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒഴിവ് കാലത്തിന് ബ്രിട്ടീഷുകാർ ഹോളിഡേ എന്ന് പറയുമ്പം അമേരിക്കക്കാർ വെക്കേഷൻ എന്നാണ് പറയുക. ഹോളിഡേക്ക് വേറൊരു അർത്ഥമുണ്ട്, നമുക്ക് അവധി ദിവസമുണ്ട്, അതിന് നമ്മൾ ഹോളിഡേ എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ഈ അവധിക്കാലത്തിനും അമേരിക്കയിൽ വെക്കേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഹോളിഡേക്ക് പകരം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പാഡൻ ആൻഡ് സോറി. ബ്രിട്ടീഷുകാർ പാഡൻ എന്നാ പറയുക, ക്ഷമിക്കണം എന്ന അർത്ഥത്തിൽ. അത് അമേരിക്കയിലെത്തുമ്പോൾ അത് സോറി, പറഞ്ഞത് കേട്ടില്ല എന്ന അർത്ഥത്തിൽ ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞൊരു സാധനമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു ഇപ്പം താങ്ക്സ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ പറയുന്നത് ദാറ്റ്സ് ഓൾ റൈറ്റ്. അതിന് തത്തുല്യമായിട്ട് അമേരിക്കക്കാർ പറയും വെൽക്കം. രണ്ടും അതിൻ്റെ അതൊന്നും ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിൽ ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ, സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ, പദങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പലയിടത്തും വ്യത്യാസമുണ്ടെന്ന് പറയാനാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ കുറേ പദങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പദങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.